രാമജന്മഭൂമിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാരണം നമുക്കറിയാം, അന്ന് രാംലല്ല പ്രതിഷ്ഠ നടന്നു. പക്ഷെ അത് ആ പ്രതിഷ്ഠ നടക്കുമ്പോൾ പോലും വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിൻ്റെ ക്ഷേത്രത്തിന് പൂർത്തീകരണം സംഭവിച്ചത് എന്ന കാര്യം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നപ്പോൾ വീണ്ടും വീണ്ടും ചടങ്ങുകളിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മറ്റൊരു പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ്. രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ 1-ാം നിലയിലെ രാം ദർബാറിലെ പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇന്ന് ആരംഭിക്കുന്നത്. 5-ാം തീയതി വരെ ചടങ്ങുകൾ നടക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലാകും രാം ദർബാർ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്ക് വിവരങ്ങൾ നൽകുന്നത് നന്ദഗോപനാണ്. നന്ദൻ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാമജന്മഭൂമിയിൽ. എന്താണ് വിവരങ്ങൾ? എങ്ങനെയാണ് ചടങ്ങുകൾ? വീണ, അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയുടെ 2-ാം ഘട്ടം. അതായത് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ 2-ാം നിലയിലെ പ്രാണപ്രതിഷ്ഠയാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങ്. ഇന്നു മുതൽ 3 ദിവസത്തേക്കുമാണ് ഈ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമായാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ്, ഈ 2-ാമത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുക. രാമ ദർബാർ അല്ലെങ്കിൽ രാം ദർബാർ ആണ് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത്. അതായത് 2-ാം നിലയെ രാം ദർബാർ എന്നാണ് അറിയപ്പെടുക. അവിടെ ശ്രീരാമ, സീത, ആഞ്ജനേയ ഒപ്പം ലക്ഷ്മണ ഇവർ ഇങ്ങനെ ഇത്രയും പേരോടുള്ള പ്രതിഷ്ഠയായിരിക്കും നടക്കുക. 3 ദിവസമായിട്ടുള്ള ചടങ്ങുകളായിരിക്കും ഈ മുഖ്യ കർമ്മിയുടെ നേതൃത്വത്തിൽ നടക്കുക. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് പ്രധാനമായും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. ഇതിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട താഴികക്കുട പ്രതിഷ്ഠ നടന്നിരുന്നു. സ്വർണ്ണ താഴികക്കുടമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാം ക്ഷേത്ര ട്രസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആ താഴികക്കുടത്തിന് തന്നെ വലിയ ഐതിഹ്യവും പ്രത്യേകതയും ഉള്ളതാണ് എന്നുള്ളതാണ് രാം മന്ദിർ ട്രസ്റ്റ് വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, 2-ാമത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിനോട് മുന്നോടിയായി ചില ചടങ്ങുകളുണ്ടായിരുന്നു, ചില പൂജാതി കർമ്മങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നിർവഹിച്ചു. അതിനുശേഷമാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക്, 2-ാമത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കിടക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ താഴെ ശ്രീരാമൻ്റെ രാംലല്ല പ്രതിഷ്ഠ നടത്തിയിരുന്നു. ബാലകരാമ സ്വരൂപം അയോധ്യയിലെ ക്ഷേത്രത്തിലെ താഴത്തെ നിലയിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ഇന്നിപ്പോൾ 1-ാമത്തെ നിലയിലെ പ്രതിഷ്ഠ, രാം ദർബാർ എന്നറിയപ്പെടുന്ന 1-ാമത്തെ നിലയിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ശ്രീരാമൻ്റെയും അതേപോലെ തന്നെ സീതാസമേതനായിരിക്കുന്ന ശ്രീരാമൻ എന്നുള്ള സങ്കല്പമാണ്. ഒപ്പം തന്നെ ഹനുമാൻ സ്വാമിയും ഒപ്പം ലക്ഷ്മണസ്വാമിയും ഇരിക്കുന്ന അത്തരമൊരു പ്രതിഷ്ഠാ സങ്കല്പത്തിലാണ് 1-ാം നിലയിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കുക. ഇതോടുകൂടി ഈ 3 ദിവസത്തെ ചടങ്ങിന് ശേഷം ഭക്തർക്ക് ദർശനത്തിനായി 1-ാം നിലയും തുറന്നു കൊടുക്കും. 3 ഘട്ടങ്ങളിലായാണ് ഈ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിൽ 1-ാം ഘട്ടമായിരുന്നു പ്രധാന ശ്രീകോവിലിൻ്റെ ഉദ്ഘാടനവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങും നടന്നത്. 2-ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ ഈ 3 ദിവസമായി നടക്കുന്നത്. അതായത് 2-ാമത്തെ പ്രാണപ്രതിഷ്ഠ രാം ദർബാറിൽ ഈ സീതാസമേതനായിരിക്കുന്ന ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിക്കും. ഇനി 3-ാം ഘട്ടം ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനമായിരിക്കും. അത് 1 വർഷം കൂടി എടുത്തായിരിക്കും അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഈ രാം മന്ദിർ ട്രസ്റ്റ് വ്യക്തമാക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ, ഈ 2-ാമത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രീരാമ ഭക്തർ അയോധ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ മേഖലയിൽ കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രമുഖർ ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമാകും. നേരത്തെ ബാലകരാമ സ്വരൂപം പ്രതിഷ്ഠിച്ച അതേ തന്ത്രി തന്നെയാണ് മുകളിൽ ഈ രാം ദർബാറിൽ സീതാസമേതനായിരിക്കുന്ന ശ്രീരാമ സ്വരൂപം പ്രതിഷ്ഠിക്കുന്നത്. വലിയ ഭക്തജന തിരക്ക് അയോധ്യയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 3 ദിവസം വലിയ ഭക്തജന തിരക്കാണ് അയോധ്യയിലുള്ളത്. ഇതിനോടകം തന്നെ VIP ക്യൂ അടക്കമുള്ളത് ഈ 3 ദിവസത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാണപ്രതിഷ്ഠയ്ക്കും വലിയ ഭക്തജന തിരക്ക്, പ്രധാനമന്ത്രി അടക്കം പോയ വലിയ ആഘോഷപൂർവ്വം നടന്ന പ്രാണപ്രതിഷ്ഠയായിരുന്നു ആദ്യത്തേത്. താഴെ രാംലല്ലയുടെ ബാലകരാമ സ്വരൂപം പ്രതിഷ്ഠിച്ചത്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രമുഖരും ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ, 2-ാമത്തെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകാൻ എത്തുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാമഭക്തരും അയോധ്യയിലേക്ക് ഒഴുകിയെത്തുകയാണ്. വീണ, നന്ദൻ, അതേസമയം ഈ കഴിഞ്ഞ ദിവസം താഴികക്കുടം സ്ഥാപിക്കലൊക്കെ അടക്കമുള്ള സുപ്രധാന ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. അതിലുമൊക്കെയും വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു ജനങ്ങളുടെ. ഒപ്പം ഇനി ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് മറ്റ് ചടങ്ങുകൾ, അത് ഈ 5-ാം തീയതി പൂർത്തിയാകുന്ന ചടങ്ങുകൾക്ക് ശേഷം പിന്നീട് അടുത്ത ഘട്ടം എപ്പോഴാകുമെന്നൊക്കെയും അറിയിച്ചിട്ടുണ്ടോ? ഈ ദിവസങ്ങളിലൊക്കെയും വലിയ ഒഴുക്ക് അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നതാനും.
വീണ, ഈ രാം ദർബാറിലെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ പ്രത്യേക പൂജകൾ അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ, അയോധ്യ രാമക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചയും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒന്നാമത്തെ രാംലല്ലയുടെ പ്രതിഷ്ഠ പോലെ തന്നെ വളരെ പ്രധാനമാണ് സീതാസമേതനായിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ എന്നുള്ളതും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന പുണ്യമാണ്. നമ്മൾ നേരത്തെ കുംഭമേളയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവ അവസരമാണ് ഈ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകുക എന്നുള്ളത്. ആദ്യത്തെ രാംലല്ല പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി അടക്കം അന്ന് എത്തുന്നതിനാൽ തന്നെ വലിയ നിയന്ത്രണങ്ങളായിരുന്നു. രാജ്യത്തെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു അവിടെ ക്ഷണമുണ്ടായിരുന്നത്. സന്യാസി ശ്രേഷ്ഠന്മാർ, അതേപോലെ തന്നെ വിവിധ മേഖലയിൽപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകം അവരെ ഈ ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ച് അവരെ ആ ചടങ്ങിൻ്റെ ഭാഗമാക്കുകയായിരുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രാണപ്രതിഷ്ഠയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ സാധാരണക്കാരായ മുഴുവൻ ഭക്തർക്കും അവിടെ പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ അവിടെ പങ്കാളികളാകാൻ സാധിക്കുമെന്നുള്ളതിനാൽ തന്നെ വലിയ ഭക്തജന പങ്കാളിത്തം അയോധ്യയിൽ ഈ രണ്ടാമത്തെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങിനുണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്ന ചടങ്ങുകൾക്കും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ VIP ദർശനമടക്കം ക്യാൻസൽ ചെയ്തിരുന്നു. ഇന്നലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ സ്വർണ്ണ താഴികക്കുടം പ്രതിഷ്ഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നത്. അതും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ആചാര്യന്മാർ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുകയുണ്ടായി. അത് കാണുവാൻ വേണ്ടി അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നു. നല്ല സ്വർണ്ണ ശോഭയിലിരിക്കുന്ന ക്ഷേത്രത്തിന് വളരെ അലങ്കാരം നൽകുന്ന രീതിയിലുള്ള ഒരു താഴികക്കുടം ആയിരുന്നു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ എൻ്റെ മൂന്നാം ഘട്ടം എന്നുള്ളത് ക്ഷേത്ര സമുച്ചയമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ക്യൂ കോംപ്ലക്സ് അടക്കമുള്ള മറ്റ് അനുബന്ധ സമുച്ചയങ്ങൾ ഇനി സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷക്കാലം കൂടി എടുത്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ മൂന്നാമത്തെ ഘട്ടം ഉദ്ഘാടനം. അങ്ങനെ ഈ 3 ഘട്ടങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അയോധ്യ ക്ഷേത്ര സമുച്ചയം അത് ലോകത്തിന് തന്നെ മാതൃകയായി, അല്ലെങ്കിൽ ഭാരതത്തിന് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രശംസ പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു ക്ഷേത്ര സമുച്ചയം എന്നുള്ള രീതിയിൽ തിരുപ്പതി പോലെയും അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു ക്ഷേത്ര സമുച്ചയം എന്ന നിലയിൽ നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നതും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾക്ക്, അത് എത്ര ഭക്തർ എത്തിയാലും അവിടേക്ക് അവർക്ക് എല്ലാവർക്കും ദർശനം നൽകാൻ കഴിയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിന് പ്രാപ്തമാകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഈ മൂന്നാം ഘട്ടത്തിൻ്റെ ഭാഗമായി ആയിരിക്കും നടക്കുക. അങ്ങനെ 3 ഘട്ടമായി നടക്കുമ്പോൾ ഈ ക്ഷേത്ര സമുച്ചയം, അയോധ്യ ക്ഷേത്ര സമുച്ചയം എന്നുള്ളത് പരിപൂർണമാകും എന്നുള്ളതാണ് ഈ രാമക്ഷേത്ര ട്രസ്റ്റ് അവരുടെ ഒരു സങ്കല്പം. വീണ, ഓക്കെ, ശരി നന്ദൻ. ഏതായാലും ചടങ്ങുകൾക്കൊക്കെയായി കാത്തിരിക്കാം. വീണ്ടും ഒരു പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് രാമജന്മഭൂമി.